നമസ്കാരം. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി സാമൂഹ്യ മാധ്യമങ്ങളിൽ കിടന്ന് കറങ്ങുന്ന ഒന്നാണ് നിളാ നമ്പ്യാർ എന്ന സോഷ്യൽ മീഡിയ താരത്തെക്കുറിച്ചുള്ള വാർത്തകൾ. അവർ ആസിയ എന്ന പേരിലുള്ള ഒരു മുസ്ലിം യുവതിയായിരുന്നു എന്നും വസ്ത്രധാരണത്തിലുള്ള പാരമ്പര്യ വിരുദ്ധത കൊണ്ട് പുറത്താക്കിയതാണ് എന്നുമൊക്കെ വലിയ വായിൽ ചർച്ച നടക്കുന്നുണ്ട്. അതിനെ സംഘപരിവാർ കേന്ദ്രങ്ങൾ ഏറ്റെടുത്തുകൊണ്ട് നിളാ നമ്പ്യാർ ഒരു സമുദായത്തെ മുഴുവൻ മലീമസമാക്കാൻ ശ്രമിച്ചു എന്നുമൊക്കെയുള്ള ചർച്ചകൾ കിടന്ന് കറങ്ങുന്നുണ്ട്. അതുമാത്രമല്ല, കോടികൾ ഇവർ അവരുടെ റീൽസിലൂടെ സമ്പാദിച്ചുവെന്നും വാർത്തകൾ വരുന്നുണ്ട് അഭിപ്രായങ്ങളായിട്ട്. അതിനെല്ലാം കാരണം അവരൊരു സ്വകാര്യ ചാനലിന് നൽകിയ അഭിമുഖം തന്നെയായിരുന്നു. ഇനി നിളാ നമ്പ്യാരെ കുറിച്ച് പറയാം. ഈ പേര് ഇപ്പോൾ എന്നല്ല എപ്പോഴും സാമൂഹ്യ മാധ്യമങ്ങൾ കൈകാര്യം ചെയ്യുന്ന ഒരാൾക്ക് പരിചിതമാണ്. അല്പവസ്ത്രധാരണിയായി വീഡിയോകൾ ചെയ്യുകയും അത് റീൽസിലൂടെ സാമൂഹ്യ മാധ്യമങ്ങളിൽ എത്തിക്കുകയും ചെയ്യുന്ന ഒരു യുവതി. കുടുംബത്തോടൊപ്പം അവരിപ്പോൾ താമസിക്കുകയുമാണ്. എന്നാൽ ഇവരെന്തോ പാപം ചെയ്ത പോലെയാണ് ഇപ്പോൾ നടക്കുന്ന സൈബർ അറ്റാക്കുകളും അഭിപ്രായ പ്രകടനങ്ങളും. എല്ലാവരും ഇപ്പോൾ സദാചാരവാദികളായി മാറിക്കഴിഞ്ഞിരിക്കുന്നു. നിങ്ങളിൽ പാപം ചെയ്യാത്തവരെന്നെ കല്ലെറിയട്ടെ എന്ന് അവർ പറഞ്ഞാൽ അവസാനിക്കാവുന്നതേ ഉള്ളൂ. ഇക്കൂട്ടരുടെ എല്ലാം സദാചാരം എന്നതാണ് സത്യം. അവരിങ്ങനെ നഗ്നതാ പ്രദർശനത്തിലൂടെ കോടികൾ സമ്പാദിച്ചു എന്നാണ് പറയപ്പെടുന്നത്. അതൊരു വലിയ കുറ്റമായിട്ടാണ് പലർക്കും തോന്നിയിട്ടുള്ളത്. നമുക്കറിയാം, മലയാള ചലച്ചിത്രത്തെ ഒരു സമയം വലിയൊരു ദുരന്തത്തിൽ നിന്ന് കൈപിടിച്ചു കയറ്റിയത് കിന്നാരത്തുമ്പികൾ എന്ന ഒരു മലയാള ചലച്ചിത്രമായിരുന്നു. അങ്ങനെ ആ ചിത്രം സൂപ്പർ ഹിറ്റായി തന്നെ തിയേറ്ററുകളിലെ പൂരപ്പറമ്പാക്കി മാറ്റിയിരുന്നു. അന്ന് ഷക്കീല എന്ന നടിയുടെ ഉദയമുണ്ടായി. പിന്നീട് അങ്ങോട്ട് തിയേറ്ററുകളിലേക്ക് ഷക്കീല ചിത്രങ്ങളുടെ കുത്തൊഴുക്ക് തന്നെയായിരുന്നു. ആ വിഭാഗത്തിലേക്ക് നിരവധി ചിത്രങ്ങളും താരങ്ങളും പുതുതായി ഉദയം ചെയ്തുകൊണ്ടിരുന്നു. മരിയ, രേഷ്മ തുടങ്ങിയ പെൺതാരങ്ങളും ഒന്നിന് പിറകെ ഒന്നായി മലയാള സിനിമയിലേക്ക് എത്തിക്കൊണ്ടിരുന്ന ഒരു കാലം. തിയേറ്ററുകളിലേക്ക് ആളുകൾ കയറി തുടങ്ങി. കിന്നാരത്തുമ്പികൾ എന്ന ചിത്രം ഏഷ്യാനെറ്റ് പോലെ ഒരു വലിയ ചാനൽ പ്രൈം ടൈമിൽ തന്നെ പ്രദർശിപ്പിക്കുകയും ചെയ്തു. എന്തുകൊണ്ടാണ് ഇത്തരത്തിൽ എ സർട്ടിഫിക്കറ്റുള്ള ഒരു ചിത്രം ഇത്രത്തോളം പ്രദർശന വിജയം നേടിയെടുത്തത്? തീർച്ചയായും ഒരു കാര്യമേ ഉള്ളൂ, ഇതെല്ലാം കാണാനാണ് എല്ലാ കാഴ്ചക്കാർക്കും താല്പര്യം. അല്ലാതെ വലിയ കഥകളോ കെട്ടുപിണഞ്ഞു കിടക്കുന്ന സങ്കീർണതകളോ അല്ല, മറിച്ച് പെണ്ണുടലിനോട് തോന്നുന്ന അഭിനിവേശം തന്നെയാണ് കാരണം. മനുഷ്യന്റെ ഒരു പ്രധാന പ്രശ്നമാണത്. താൻ കാണാത്ത പെണ്ണുടലിനോട് തോന്നുന്ന ഈ അഭിനിവേശത്തെ മുതലാക്കാൻ കഴിയുന്ന തരത്തിലുള്ള ചിത്രങ്ങൾ വന്നപ്പോൾ അവയൊക്കെയും പ്രദർശന വിജയം നേടി. പൊതുവെ ലൈംഗികത എന്ന് പറയുന്നത് പൊതിഞ്ഞു പിടിക്കേണ്ടതാണ് എന്നുള്ള ധാരണയാണ് ഇപ്പോഴുമുള്ളത്. അതുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള ലൈംഗിക ദാരിദ്ര്യം വേണ്ടുവോളം ഇന്നത്തെ തലമുറയിലും എല്ലാ തലമുറയിലും പെട്ടവർ കൊണ്ടു നടക്കും. നമുക്കറിയാവുന്ന ഒരു കാര്യമുണ്ട്. ടെലഗ്രാം പോലെയുള്ള ഒരു സാമൂഹ്യ മാധ്യമ ആപ്പുകൾ വേണ്ടതിലധികം ഉപയോഗിക്കുന്നവരാണ് നമ്മളെല്ലാവരും തന്നെ. അടുത്തിടെ ഇറങ്ങിയ ഒരു വെബ് സീരീസ് ഇപ്പോഴും ചർച്ചയാണ്. പരസ്യമായല്ല, രഹസ്യമായ ചർച്ചയാണ്. നാൻസി എന്നാണ് ആ വെബ് സീരീസിന്റെ പേര്. എന്നാൽ ഇത്തരത്തിൽ ലൈംഗികമായി ദാരിദ്ര്യം അനുഭവിക്കുന്നവരെ അവരുടെ ആഗ്രഹങ്ങളിലേക്ക് എത്തിക്കുന്നതിനും ലൈംഗിക സുഖം നൽകുന്നതിനും വേണ്ടിയിട്ടാണ് ഇത്തരത്തിലുള്ള സൃഷ്ടികൾ മലയാളത്തിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. ബസ് സ്റ്റാൻഡുകളിലും മറ്റും മുറ തെറ്റാതെ ഇറങ്ങിക്കൊണ്ടിരുന്ന പ്രസിദ്ധീകരണങ്ങൾ മറക്കാൻ പഴയ തലമുറയ്ക്ക് കഴിയില്ലല്ലോ. ഏറ്റവും അധികം സർക്കുലേഷൻ ഉണ്ടായിരുന്ന വാരികകളായിരുന്നു അതെല്ലാം. മുത്തുച്ചിപ്പി തുടങ്ങിയ വാരികകൾ. അതിലെഴുതി പിടിപ്പിക്കുന്നതെല്ലാം കള്ളക്കഥകളാണ് എന്നറിഞ്ഞിട്ട് പോലും അതൊക്കെയും വാങ്ങി രഹസ്യമായി വായിച്ചിട്ടുള്ളവരാണ് ഇപ്പോൾ നിളാ നമ്പ്യാർക്കെതിരെ സദാചാരം പ്രസംഗിക്കുവാൻ ഇറങ്ങിയിരിക്കുന്നത്. ഇത്രയും കാര്യങ്ങളിൽ നിന്ന് തന്നെ നിള എന്തുകൊണ്ട് സമ്പന്നയായി മാറി എന്ന് ഊഹിക്കാവുന്നതല്ലേ ഉള്ളൂ. ഇത്തരത്തിൽ രഹസ്യമായി തൻ്റെ ലൈംഗിക അഭിനിവേശങ്ങളെ പൂർത്തീകരിക്കുന്നവർക്ക് പിന്നാലെ പോകുന്നതാണ് എല്ലാവർക്കും ഇഷ്ടം. കാഴ്ചക്കാർ കൂടുമ്പോൾ ലഭിക്കുന്ന പണവും കൂടുന്നു. അതിലൂടെ നിളാ നമ്പ്യാർ എന്ന യുവതി സമ്പന്നയായി മാറുന്നു എന്നാണ് അർത്ഥം. നമുക്കറിയാം, ഇന്ന് നമ്മുടെ പ്രധാന നഗരങ്ങളിലെല്ലാം തന്നെ ട്രാൻസ്ജെൻഡറുകളിലെ രാത്രികാലങ്ങളിൽ കാണാൻ സാധിക്കും. സ്വന്തം ജീവനോപാധിക്കായി മാംസം വിൽക്കാൻ തയ്യാറായിട്ടാണ് അവരുടെ നിൽപ്പ്. അവർക്കെല്ലാം തന്നെ വേണ്ട വിധത്തിൽ ഒരു ദിവസം കാശുണ്ടാക്കി സ്വന്തം വാസസ്ഥാനങ്ങളിലേക്ക് പോകുവാനും കഴിയുന്നുണ്ട്. ചരിത്രാതീത കാലം മുതൽ തുടങ്ങി ഇത്തരം അഭിനിവേശത്തെ പൂർത്തീകരിക്കാൻ ഇത്തരത്തിലുള്ളവരും ആവശ്യമാണ്. അതുകൊണ്ട് തന്നെ ഒരു തൊഴിൽ അല്ലെങ്കിൽ പണം സമ്പാദനത്തിനുള്ള മാർഗം എന്നുള്ള നിലയിൽ സ്വന്തം ശരീരത്തെ കാഴ്ചവസ്തുവാക്കുന്നതിൽ നിളാ നമ്പ്യാരെ കുറ്റം പറയാൻ കഴിയില്ല. കാഴ്ചക്കാരുണ്ടെങ്കിലേ കാഴ്ചവസ്തുവിന് പ്രാധാന്യമുള്ളൂ എന്ന് തിരിച്ചറിയാൻ കല്ലെറിയുന്ന സദാചാരവാദികൾ തയ്യാറാകണം, അല്ലെങ്കിൽ സ്വയം സമ്മതിക്കണം. ഇനി അടുത്ത വിഷയമാണ് ഏറ്റവും അധികം ചർച്ച ചെയ്യപ്പെടുന്നത്. അതായത് നിളാ നമ്പ്യാർ ഹിന്ദുവല്ല എന്നതാണ്. അത് പച്ചയായ വർഗീയതയാണ് അതിൻ്റെ പിന്നിലുള്ളത്. സത്യത്തിൽ ഓരോ മനുഷ്യനെയും തളച്ചിടുന്നത് ഇത്തരത്തിലുള്ള പിന്തിരിപ്പൻ മതാധിഷ്ഠിത ചിന്തകളാണ്. എല്ലാവരും മതത്തിന് അധീനരായി ജീവിക്കണം, ഇല്ലെങ്കിൽ മതത്തിൽ നിന്ന് പുറത്തേക്ക് പോകണം. ഇതാണ് മതങ്ങൾ ശഠിക്കുന്നത്. എല്ലാവർക്കും ഇന്ത്യൻ ഭരണഘടന അനുസരിച്ച് ഏത് മതത്തിൽ വേണമെങ്കിലും വിശ്വസിക്കാം, വേണമെങ്കിൽ വിശ്വസിക്കാതിരിക്കാം.
എന്നാൽ തൻ്റെ സ്വാതന്ത്ര്യത്തിന് തടസ്സം നിൽക്കുന്ന മതത്തിൽ നിന്ന് പുറത്തേക്കെത്തുകയായിരുന്നു ആസ്യ എന്ന നിള ചെയ്തത്. അതിന് നിള നമ്പ്യാർ എന്ന പേരും സ്വീകരിച്ചു. അതാണിപ്പോൾ പ്രധാനമായും ചർച്ച ചെയ്യപ്പെടുന്നത്. യഥാർത്ഥ ഹിന്ദുക്കൾ എന്ന് അവകാശപ്പെടുന്ന സംഘപരിവാർ അനുകൂല വ്യക്തികളും സംഘടനകളുമാണ് കേട്ടാൽ അറയ്ക്കുന്ന തെറിവിളികളുമായി അവരുടെ വീഡിയോകളുടെ അടിയിലും അഭിമുഖത്തിന്റെ അടിയിലുമായി എത്തിയിട്ടുള്ളത്. എന്തിനാണ് ഇത്രയധികം കമന്റുകൾ? അഭിപ്രായ പ്രകടനങ്ങളുടെ ആവശ്യം സത്യത്തിലുണ്ടോ എന്ന് ചിന്തിക്കേണ്ടിയിരിക്കുന്നു. ഒരു പേര് എങ്ങനെ ഒരു സമുദായത്തെ താഴ്ത്തിക്കെട്ടലാകും? നമുക്ക് അറിയാം, ഇന്ന് ഹിന്ദു എന്ന വാക്കിനെ തന്നെ അപലപനീയമാക്കുന്ന തരത്തിലുള്ള ചെയ്തികളാണ് ഇത്തരത്തിലുള്ള വ്യക്തികൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അവർ കാണിക്കുന്നതിനെയും എല്ലാം മതപരമായ ഒരു വീക്ഷണകോണിലൂടെ നോക്കിക്കാണുകയാണ് ഇത്തരക്കാർ ചെയ്യുന്നത്. നമ്പ്യാരായ ഒരു പെൺകുട്ടി ഇങ്ങനെ ചെയ്യില്ല എന്ന് അവർ ഉറപ്പിച്ചു പറയുന്നു. എന്നാൽ ഇതിൽ യാഥാർത്ഥ്യമുണ്ട്? ഇല്ല തന്നെ. നമ്മുടെ മന്ത്രിയായിരുന്ന സ്മൃതി ഇറാനി ഒരു മോഡലായിരുന്നു. കാവിനിറത്തിലെ അടിവസ്ത്രം ഉപയോഗിച്ചതിന്റെ പേരിൽ സംഘപരിവാർ സംഘടനകൾ ഷാരൂഖ് ഖാനെതിരെ ആക്രമണം നടത്തിയത് ഓർമ്മയുണ്ടല്ലോ. ആ നടി പ്രിയങ്ക ചോപ്രയായിരുന്നു. അവരേത് മതത്തിൽപ്പെട്ടതാണ് എന്ന് ഒന്ന് ചിന്തിച്ചാൽ നന്നായിരുന്നു. അതായത് അവർ ചെയ്യുന്നത് അവരുടെ ജീവനോപാധി മാത്രമാണ്. പട്ടിണി കിടക്കുന്ന എത്ര പേർക്ക് ഈ പറയുന്ന ഹിന്ദുക്കൾ എന്ന് അവകാശപ്പെടുന്നവർ അവരുടെ പട്ടിണി മാറ്റാനുള്ള ശ്രമങ്ങൾ നടത്തിയിട്ടുണ്ട്. എന്തിനേറെ, സ്വന്തം സമൂഹത്തെ ഉദ്ധരിക്കാൻ വേണ്ടി ഇറങ്ങിയിട്ടുള്ളവർ പോലും സമുദായത്തെ കൊള്ളയടിച്ചിട്ട് എന്താണ് ഇത്തരക്കാർ ഹിന്ദുക്കൾ എന്ന് അവകാശപ്പെടുന്നവർ മിണ്ടാത്തത്? വെറും വോട്ട് ലാഭത്തിന് വേണ്ട അത്തരം കൊള്ളക്കാരുടെ കാല് തിരുമാൻ മാത്രമല്ലേ അവർക്ക് വിധിയുള്ളൂ. എന്നിട്ടും എന്ത് രാഷ്ട്രീയത്തിന്റെ പേരിലാണ് നിള നമ്പ്യാർക്കെതിരെ വാളെടുക്കുന്നത്? അവരെ അവരുടെ വഴിക്ക് വിടാനുള്ള സൗമനസ്യമെങ്കിലും മിനിമം കാണിക്കണം. ഇത്തരത്തിലുള്ള സംഘങ്ങളെ പരിപോഷിപ്പിച്ചുകൊണ്ട് മുട്ടനാടുകളെ തമ്മിത്തല്ലിക്കുന്ന ചെന്നായുടെ രൂപത്തിൽ വളവും വെള്ളവും നൽകാൻ കുറച്ചു പേരും കൂടി ചേരുമ്പോൾ എല്ലാം ശുഭമായി മാറുന്നു. ഇനി വേണ്ടത്, അവർ പുരുഷ ദൗർബല്യത്തെ ചൂഷണം ചെയ്ത് കാശുണ്ടാക്കുകയാണ് ചെയ്യുന്നത്. അത്തരത്തിൽ ചൂഷകരാകില്ല എന്ന തീരുമാനമെടുക്കാൻ ഞാനടക്കമുള്ള ആൺവർഗത്തിന് ശേഷിയുണ്ടോ എന്ന് സ്വയം ചോദിക്കേണ്ട കാലമായി. അതാണ് തിരിച്ചറിയേണ്ടത്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക. കൂടുതൽ വീഡിയോകൾക്കായി യോഗനാഥം ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.